ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന പഠന പരമ്പരയുടെ 20ാമത്തെ ദിവസത്തിലേക്ക് നമ്മളിന്ന് പ്രവേശിക്കുകയാണ്. ഇന്ന് പ്രധാനമായിട്ടും ഈശോയുടെ മരണവും ഉത്ഥാനവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. അതിൽ പ്രത്യാശയുടെ കാതൽ എങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക എന്നുള്ള വിഷയമാണ് ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുക. ക്രൈസ്തവ ജീവിതത്തിലെ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും കാതൽ, കോർ എന്തെന്ന് നമ്മളോട് ചിന്തിക്കുകയാണ്. അത് ഈശോയുടെ മരണവും ഉത്ഥാനവുമാണ് എന്ന് നാം കാണുകയാണ്. പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകളിൽ ക്രിസ്തുവിൻ്റെ രക്ഷാകര പ്രവൃത്തിയെ പൗലോസ് അപ്പോസ്തലൻ 4 ക്രിയകളിൽ ചുരുക്കുകയാണ്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, സംസ്കരിക്കപ്പെട്ടു, 3-ാം നാൾ ഉയർപ്പിക്കപ്പെട്ടു, പ്രത്യക്ഷനായി. ഇങ്ങനെ 4 ക്രിയകളിൽ ക്രിസ്തുവിൻ്റെ രക്ഷാകര പ്രവൃത്തിയെ പൗലോസ് അപ്പോസ്തലൻ ചുരുക്കുന്നു. മരിച്ചു 1, 2 സംസ്കരിക്കപ്പെട്ടു, 3-ാമത്തത് ഉയർപ്പിക്കപ്പെട്ടു, 4 പ്രത്യക്ഷനായി. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ കാര്യം അപ്പോസ്തലൻ പറയുക. ഈ ഉത്ഥാന സത്യം എങ്ങനെയാണ് മരണത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ മാറ്റുന്നത് എന്നും രക്തസാക്ഷികൾ അതിന് നൽകുന്ന സാക്ഷ്യം എന്താണെന്നും നാം ഇവിടെ പഠനവിധേയമാക്കുകയാണ്. ഉത്ഥാനം എന്ന് പറയുന്നത് നിത്യരക്ഷയുടെ ആദ്യ ഫലമാണ്. യേശു അനുഭവിച്ച മരണത്തിൻ്റെ നാടകീയതയെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചും നാം പ്രത്യേകം ധ്യാനിക്കുകയാണ്. നമുക്ക് വേണ്ടി ഈശോ ആ മരണത്തിൻ്റെ ഭാവത്തെ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഉയർപ്പ്. ആത്മാവിൻ്റെ ശക്തിയാൽ പിതാവിൻ്റെ സ്നേഹം അവിടുത്തെ ഉയർപ്പിക്കുകയും മാനവരാശിയുടെ രക്ഷയുടെ ആദ്യ ഫലമാവുകയും ചെയ്തു എന്നുള്ളതാണ്. ക്രൈസ്തവ പ്രത്യാശയുടെ കാതലാണത്. നിത്യരക്ഷയുടെ ആദ്യ ഫലമായി തീരുകയാണ് ഈശോയുടെ ഉയർപ്പ്. മരണത്തെ നേടുമ്പോൾ എല്ലാറ്റിൻ്റെയും അന്ത്യമായി എന്ന് നമുക്ക് തോന്നലുണ്ടാകുമ്പോൾ ഈ നിശ്ചയം നമുക്കുണ്ടാവുകയാണ് ചെയ്യുന്നത്. ജീവിതം മാറ്റപ്പെടുകയാണ്, അവസാനിക്കുകയല്ല എന്നുള്ളൊരു ചിന്ത. മരണമെന്ന് പറയുന്നത് നിത്യജീവനിലേക്കുള്ളൊരു ഉയർപ്പാണ്, ഒരു മാറ്റമാണ് അവിടെ സംഭവിക്കുക. അതുപോലെ ജ്ഞാനസ്നാനം എന്ന് പറയുന്നത് പുതുജീവനാണെന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഈശോയുടെ മരണത്തിലും ഉത്ഥാനത്തിനുള്ള പങ്കാളിത്തമാണ് ജ്ഞാനസ്നാനം. വിവിധ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. സംസ്കരിക്കപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് കാണുക. 3-ാമതായിട്ട് അവിടെ ജ്ഞാനസ്നാനത്തിലൂടെ നാം ക്രിസ്തുവിനോട് സംസ്കരിക്കപ്പെട്ടിരിക്കുന്നു. അതിലൂടെ പുതുജീവൻ, മരണത്തിൻ്റെ ഭിത്തികളെ തകർക്കുന്ന പുതുജീവൻ എന്ന ദാനം നിത്യതയിലേക്കുള്ള കവാടമായി അവിടുത്തെ ഉത്ഥാനത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു 8-ാം ദിനത്തിൻ്റെ പ്രതീകാത്മകതയെക്കുറിച്ച് പറയുന്നുണ്ട്. റോമിലെ സെൻറ്റ് ജോൺ ലാറ്ററൻ ബസിലിക്കയായതുപോലെ പ്രാചീനമായ ജ്ഞാനസ്നാന തൊട്ടികൾ കോണത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ജ്ഞാനസ്നാനം 8-ാം ദിവസത്തിൻ്റെ ഉദയമാണെന്ന് പ്രതീകാത്മകമായിട്ട് സൂചിപ്പിക്കുകയാണ്. മാമോദീസ തന്നെ നമുക്കറിയാം, ക്രിസ്തുവിൽ മരിച്ച് ഉദ്ധിതനാകുന്ന, അല്ലെങ്കിൽ ക്രിസ്തുവിൽ ഉയർപ്പിക്കപ്പെടുന്ന, പാപത്തിൽ നമ്മൾ മരിച്ച് ഉയർപ്പിക്കപ്പെടുന്നൊരു കുദാശയാണ്. അപ്പം നിത്യത എന്ന് പറയുന്നത് ഉത്ഥാന ദിവസം അല്ലെങ്കിൽ ഉത്ഥാന ദിനം സമയത്തിൻ്റെ സാധാരണമായ 7-ാം ദിവസത്തെ അതിലംഘിച്ചു പോകുന്നു. അത് നിത്യജീവൻ്റെ അനന്തമാനത്തിലേക്ക് തുറക്കുകയാണ്. അതാണ് നമ്മുടെ സംസ്കരിക്കപ്പെട്ടു എന്നതിലൂടെ കൃത്യമായിട്ട് പറയുക. മാമോദീസ എന്ന് പറയുന്ന സംസ്കാരത്തിൻ്റെയും അതുപോലെ ഉയർപ്പിക്കപ്പെടുന്നതിൻ്റെയും പ്രതീകാത്മകമായി ഇവിടെ നിൽക്കുന്നു. രക്തസാക്ഷികൾ, അവർ പ്രത്യാശയുടെ വിശ്വസനീയമായൊരു സാക്ഷ്യമാണ്. രക്തസാക്ഷികൾ മരണത്തെ ഭയപ്പെടാതെ പ്രത്യാശയിൽ ഉറച്ചു നിൽക്കുന്നവരാണ് ഏറ്റവും വിശ്വസനീയമായ സാക്ഷ്യങ്ങൾ നൽകുന്നത്. അവരുടെ വിശ്വാസം അചഞ്ചലമായ വിശ്വാസമാണ്. ഉദ്ധിതനായ കർത്താവിൽ അചഞ്ചല വിശ്വാസമർപ്പിച്ച് കർത്താവിനെ തള്ളിപ്പറയാതെ അവർ ജീവനെ തന്നെ ഭൂമിയിൽ ത്യജിച്ചു എന്നുള്ളതാണ്. ഇതൊരു പ്രഖ്യാപനമാണ്.
എന്ത് പ്രഖ്യാപനമാണെന്ന് ചോദിച്ചാൽ ജീവന് അന്ത്യമില്ലെന്ന് ഏറ്റുപറയുന്ന രക്തസാക്ഷികൾ എല്ലാ കാലങ്ങളിലും നമ്മുടെ ഈ കാലത്തും ധാരാളമുണ്ട് എന്നുള്ള വലിയൊരു പ്രഖ്യാപനമാണ് സഭ നടത്തുക. ഇവിടെ നമ്മുടെ കടമ എന്ന് പറയുന്നത് നമ്മുടെ പ്രത്യാശ ദൃഢീകരിക്കാനും നല്ല ഫലങ്ങൾ അണിയാനും അവരുടെ സാക്ഷ്യത്തെ നാം അമൂല്യമായി സൂക്ഷിക്കുകയും ചെയ്യണം. അതുകൊണ്ട് രക്തസാക്ഷികളുടെ സാക്ഷ്യത്തെ നമ്മൾ അമൂല്യമായി സൂക്ഷിക്കുക, അങ്ങനെ നമ്മുടെ പ്രത്യാശയെ നമ്മൾ ദൃഢചിത്തരാവുക, നല്ല ഫലങ്ങൾ കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുക. ഇതാണ് രക്തസാക്ഷികളിലൂടെ നമുക്ക് കിട്ടുന്ന പ്രത്യാശയുടെ നന്മയെന്ന് പറയുന്നത്. അതുപോലെ സഭ ഐക്യത്തിൻ്റെ വിത്തുകളാണ്. രക്തസാക്ഷിയുടെ സാക്ഷ്യം എന്ന് പറയുന്നത് ക്രൈസ്തവരുടെ ഐക്യത്തിന് കാരണമായി തീരുകയാണ്. ഇത് ഐക്യത്തിൻ്റെ പ്രകാശനമാണ്. വിവിധ ക്രൈസ്തവ പാരമ്പര്യങ്ങളിൽ നിന്നും വരുന്ന രക്തസാക്ഷികൾ ഐക്യത്തിൻ്റെ വിത്തുകളും പ്രകാശനവുമാണ്. ജൂബിലിയിലെ എക്യുമെനിക്കൽ ആഘോഷം എന്ന് പറയുന്നത് ഈ രക്തസാക്ഷികളുടെ ധന്യമായ സാക്ഷ്യം എടുത്തു കാട്ടുന്ന വിധം എക്യുമെനിക്കൽ ആഘോഷങ്ങൾ ജൂബിലിയിൽ ഉൾപ്പെടുത്തണമെന്ന് അതിയായിട്ട് പ്രത്യാശിക്കുകയാണ്. ഈ എക്യുമെനിക്കൽ എന്ന് പറയുന്നത് ഈ ഐക്യത്തിൻ്റെ പ്രകാശനം എന്ന് പറയുന്നത് പോലെ രക്തസാക്ഷികളുടെ രക്തം സഭയെ ഐക്യത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് എക്യുമെനിക്കൽ ആഘോഷങ്ങളെ കൂടി പ്രത്യേകമായിട്ട് ഇവിടെ എടുത്ത് സൂചിപ്പിക്കുക. ഇതിൻ്റെ ഉപസംഹാരമായി നമുക്ക് കാണാനായിട്ട് പറ്റുന്ന കാര്യം ഇതാണ്: ഈശോയുടെ ഉത്ഥാനത്തിലൂടെ നമുക്ക് ലഭിച്ച നിത്യജീവനെക്കുറിച്ചുള്ള പ്രത്യാശയാണ് നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടത്. നമ്മുടെ ജീവിതം നയിക്കേണ്ട പ്രധാന ഘടകം എന്ന് പറയുന്നത് ഉത്ഥാനത്തിലൂടെ ലഭിച്ച, ഈശോയുടെ ഉത്ഥാനത്തിലൂടെ നമുക്ക് ലഭിച്ച നിത്യജീവനെക്കുറിച്ചുള്ള പ്രത്യാശയാണ്. ഈ പ്രത്യാശയാണ് മരണമെന്ന നാടകത്തെ രൂപാന്തരം ചെയ്യുന്നത്. ഒരാഹ്വാനമെന്ന് പറയുന്നത് നമ്മുടെ പ്രത്യാശയുടെ ഈ അടിസ്ഥാന സത്യം ഹൃദയങ്ങളിൽ സ്വീകരിച്ച് ഉയർപ്പിൻ്റെ ആനന്ദത്തോടെ ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ എല്ലാ ദിവസത്തെയും ക്ലാസ്സത്തെ പോലെ ഇന്നത്തെ ഒരു ചോദ്യം ഇതാണ്: ഈശോ മിശിഹായുടെ ഉത്ഥാനത്തിലുള്ള പ്രത്യാശയിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ക്രിസ്തു എനിക്ക് വേണ്ടി പാടുപീടുകൾ സഹിക്കുകയും മരിക്കുകയും ഉത്ഥാനം ചെയ്യുകയും ചെയ്തുവെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? നിത്യത്തിലേക്കുള്ള പ്രത്യാശയോടെ രക്തസാക്ഷികളെ പോലെ ധൈര്യപൂർവ്വം വിശ്വാസത്തിന് സാക്ഷി നൽകുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ഈ രണ്ട് ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കട്ടെ. അടുത്ത ദിവസം അടുത്ത ക്ലാസ്സുമായി നമുക്ക് കാണാം. മിശിഹ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.